വകുപ്പ് വിഭജനം കീറാമുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഷിബു ബേബി ജോണിന് ഫിഷറീസ് കൊടുക്കണമെന്ന് ലത്തീൻ സഭയുടെ പ്രത്യേക ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അത് വേണ്ട എന്നുള്ള ചിന്ത വരുന്നുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധിയിലേക്ക് VDS സർക്കാർ പോവുകയാണ്. ഇത് അടുത്ത കീറാമുട്ടിയാണോ? ഞാൻ അത് അത്ര പ്രശ്നം കണക്കാക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് വളരെ കുറച്ച് വകുപ്പുകളുടെ കാര്യത്തിൽ ഇനി തർക്കമുണ്ട്. അത് ചില താല്പര്യങ്ങളുണ്ട്, അതില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് തന്നെ എടുക്കുക. ഈ ഗവൺമെന്റിന് അധികാരത്തിൽ വരാൻ ഏറ്റവും സഹായിച്ച ഒരു വിഭാഗം തീരദേശ മത്സ്യത്തൊഴിലാളികളാണ്. അതുപോലെ മലയോരത്തെ കർഷകരും. രണ്ട് വിഭാഗവും ഈ ഗവൺമെന്റിന് അന്തം വിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം എന്നുള്ളതിലേക്ക് ഞാൻ ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത് ന്യൂനപക്ഷ ഭൂരിപക്ഷം നോക്കാതെ തന്നെ അവർ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾ വലിയ ദുരന്തം നേരിടുന്നുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമുള്ളൊരു കാലമാണ് കാലാവസ്ഥാ മാറ്റം. ഒരു വശത്ത് ഇപ്പോൾ നമ്മൾ ദിവസവും റേഡിയോ ശ്രദ്ധിച്ചാൽ ഇപ്പം നോക്കിക്കോളൂ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, എവിടെയെങ്കിലും കാറ്റ് വന്നാൽ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല, അവർക്ക് അവരുടെ പണി മുടങ്ങും. അവർ പോകരുതെന്ന് പറഞ്ഞാൽ സർക്കാരിന് പോകരുതെന്ന് പറഞ്ഞാൽ മതി, അവരെന്ത് ചെയ്യും പിന്നെ? അപ്പൊ അതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ അവർക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷാ വലയം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ വെറുതെ കുറെ ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ ഒഴിവാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ എത്ര കാലമാണ് ഒരു സിമെന്റ് ഗോഡൌണിൽ കഴിഞ്ഞത്, നമ്മളത് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പരിരക്ഷയുമില്ല. അങ്ങനെ പദ്ധതികളുടെ പേരൊക്കെ പറയും, മത്സ്യത്തൊഴിലാളിക്ക് ലോൺ കൊടുക്കും, അത് കൊടുക്കും, അതൊന്നുമല്ല. ഇവർക്കൊരു പരിരക്ഷയില്ല. അവരുടെ പ്രധാന റെപ്രസെന്റേഷൻ ലാറ്റിൻ സഭ തന്നെയാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ലാറ്റിൻ സഭയാണ്. വടക്കൻ കേരളത്തിൽ മുസ്ലിംസ് ഉണ്ട്, മുസ്ലിം വിഭാഗങ്ങളുണ്ട്, കുറച്ച് ഈ മധ്യ കേരളത്തിൽ ഹിന്ദു വിഭാഗങ്ങളും കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇവര് ഹിന്ദു മുസ്ലിമൊക്കെ പോട്ടെ, ഇന്ന് അവരുടെ താല്പര്യം ഏറ്റവും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ലാറ്റിൻ സഭയാണ്. അവരുടെ ആവശ്യം വളരെ ലളിതവുമാണ്. അവരാദ്യം പറഞ്ഞത് ലാറ്റിൻ മന്ത്രി വേണമെന്നാണ്. പക്ഷെ അത് ചിലപ്പോൾ നടപ്പാക്കിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ പല ഘട്ടത്തിലായി പറയുന്ന കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം രാഷ്ട്രീയവും ഗ്രൂപ്പ് രാഷ്ട്രീയവും എല്ലാം കൂടി വരുമ്പോൾ അത് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഷിബു ബേബി ജോണാണ് ഇതിലുള്ള ഏക ലാറ്റിൻ റെപ്രസെന്റേറ്റീവ്.